എൻ്റെ പേര് സിംജ. വർക്കല ബ്ലോക്കിലെ ചെമ്പരത്തി പഞ്ചായത്ത് 3-ാം വാർഡിലാണ് എൻ്റെ വീട്. ചെറുതേനീച്ച കൂട് ഇതേനൊക്കെ വീടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് കൂട് കൊണ്ടുവച്ച് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു 6-7 മാസം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇത് നമുക്കൊരു കൂടായിട്ട് കിട്ടും. ഈ കൂടിന് തേനെടുത്തതിന് ശേഷം നമുക്ക് ഈ കൂട് പിരിച്ച് നമുക്ക് ഇതേ കണക്കൊരു പെട്ടി ഉണ്ടെങ്കിൽ കൂടെടുക്കാം. വൻതേനീച്ചയുടെ കൂടിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇതേ കണക്കൊല്ല ചെറുതേനീച്ച കൂട് സ്ഥാപിക്കാം. ഞാൻ കൂടുതലും തേനീച്ചയുടെ വാക്സ് കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ കൃഷിയാണ് എൻ്റെ പ്രധാനമായ ഒരു വരുമാന മാർഗ്ഗം. ഇത് മുള്ളില്ലാത്ത ഇനം പൈനാപ്പിളാണ്. പൈനാപ്പിൾ കൃഷിയിൽ കിട്ടുന്ന പൈനാപ്പിൾ നമ്മൾ കൂടുതലും പായസമായിട്ടാണ് കൊടുക്കുന്നത്. പൈനാപ്പിൾ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പൈനാപ്പിളിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേവിക്കും. ഇത് വരിക്കപ്ലാവാണ്. ഇത് മുന്നേ കൂട്ടി എല്ലാത്തേക്കാളും കായ്ക്കുന്നതിനേക്കാളും മുന്നേ കൂട്ടി ഇത് കായ്ക്കും. അപ്പോൾ ഇതിലെ ചക്കയാണ് നമ്മൾ പായസത്തിനും കേക്കിനൊക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ബാച്ച് കേക്കിനായിട്ടുള്ളതാണ്. ചക്കയാണ് നമ്മളിപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് വേറെ ഞാൻ ചെയ്യുന്നത് കൂവയാണ്. കൂവ കൃഷി ചെയ്ത് അതിൻ്റെ കൂവപ്പൊടി നല്ല സെയിലാണ്. കോഴി വളർത്തലുണ്ട്. ഇപ്പം മുട്ടയ്ക്കായിട്ട് ഗ്രാമപ്രിയയും ഇറച്ചിക്കോഴിയായിട്ട് സാസോയാണ് വളർത്തുന്നത്. റേറ്റ് കിട്ടുന്നത് താറാമുട്ടയ്ക്കാണ്. ഒരു താറാമുട്ട 12 രൂപയുണ്ട്. ഇത് അടതാപ്പാണ്. ഉരുളൻകിഴങ്ങിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ്. ഇതൊക്കെ നമ്മൾ അമ്പലത്തിൽ കൊടുക്കുന്ന പൂജാകദളിയാണിത്. നമുക്ക് കുറച്ച് ഓർക്കിഡുണ്ട്. ഡെൻഡ്രോബി ഓർക്കിഡാണ്. അത് നമുക്ക് സ്റ്റാളുകളിൽ പോകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് സെയിലുണ്ട്. എൻ്റെ പേര് സിംജ. വർക്കല ബ്ലോക്കിലെ ചെമ്പരത്തി പഞ്ചായത്ത് 3-ാം വാർഡിലാണ് എൻ്റെ വീട്. നമ്മൾ പണ്ട് മുതലേ കൃഷിയാണ് മെയിനായിട്ട്. ഇപ്പം വാല്യൂ ഓഡിറ്റും കൂടെ ചേർത്തുകൊണ്ട് നടത്തി പോരുന്നു. മെയിനായിട്ട് ചെയ്യുന്നത് തേനീച്ചയിൽ നിന്നുള്ള വാല്യൂ ഓഡ് പ്രോഡക്റ്റുകൾ, പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്നതിൽ നിന്നുള്ള പൈനാപ്പിളിൻ്റെയൊക്കെ പൈനാപ്പിൾ പായസം, കൂവപ്പൊടി, ഇങ്ങനെയൊക്കെയാണ് ചെയ്തു പോണത്. നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ ചേർന്നാണിത് നടത്തിക്കൊണ്ട് പോണത്. തേനീച്ചയെടുത്ത് ഹോർട്ടികോപ്പിൻ്റെ മാവേലിക്കരയുള്ള 7 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയി അവർ തന്നതിൻ്റെ ട്രെയിനിങ് പ്രകാരമാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സെയിലുണ്ട്. പിന്നെ വാല്യൂ ഓഡിറ്റ് എന്ന് പറയുന്നത് കൂടുതലും എള്ളുണ്ട, പൈനാപ്പിൾ പായസം, മുളയരി പായസം, ചക്ക പായസം, ചക്കയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് ചക്ക പായസം, ചക്ക കേക്ക്, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചക്കക്കുരുപ്പൊടി, ഇങ്ങനെയാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുതേനീച്ച വൻതേനീച്ചനെ വളർത്തുന്നത് ഞാൻ ചെറുതേനീച്ച കൂടുതലും ട്രാപ്പ് വെച്ചാണ് കൂടുണ്ടാക്കുന്നത്. എല്ലാ വീടുകളിലും ഇതേ കണക്കുള്ള ചെറുതേനീച്ചയുടെ കൂടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. നമ്മൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് കൂട് കൊണ്ടുവച്ച് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു 6-7 മാസം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇത് നമുക്കൊരു കൂടായിട്ട് കിട്ടും. എന്നിട്ട് ആ പൈപ്പ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു കൂട് കിട്ടും. നമ്മൾ വെളിയിൽ നിന്നൊരു കൂട് മേടിക്കുമ്പോൾ 2500 രൂപ 3000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതേനീച്ച ഇവിടെ കൂട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ കൂട് തന്നെ പിന്നെ നമുക്ക് അടുത്ത സീസണിൽ പിരിച്ചെടുത്ത് വേറെ കൂടായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഞാനിങ്ങനെ വീട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് കൂടെടുത്തിട്ടുണ്ട്. ഈ കൂടിന് തേനെടുത്തതിന് ശേഷം നമുക്ക് ഈ കൂട് പിരിച്ച് നമുക്ക് ഇതേ കണക്കൊരു പെട്ടി ഉണ്ടെങ്കിൽ കൂടെടുക്കാം. അതേസമയം കൂട് തന്നെ വേണമെന്നില്ല. മൺകലം അല്ലെങ്കിൽ മുളക്കുറ്റി, ഇങ്ങനെയുള്ള ഏതെന്ന് വേണമെങ്കിലും ചെറുതേനീച്ചയുടെ കൂട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചെറുതേനീച്ച കൂട് ഇതേ കണക്കുള്ള വീടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു കൂട് സെറ്റായി വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ അടുത്ത കൂടിങ്ങനെ വെച്ചിരിക്കുക. അപ്പം ഇത് കൂട് പിരിഞ്ഞ് ഇതിലോട്ടും കയറി പുതിയൊരു കൂടാവും. വൻതേനീച്ചയുടെ കൂടിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇതേ കണക്കുള്ള ചെറുതേനീച്ച കൂട് സ്ഥാപിക്കാം. ഇത് അടിയിലിരിക്കുന്ന വൻതേനീച്ച കൂടാണ്. മുകളിൽ 2 ചെറുതേനീച്ച കൂടാണ്. ഒരു എൻട്രൻസ് ഈ ഭാഗത്തോട്ടും അപ്പുറത്തെ കൂടിൻ്റെ എൻട്രൻസ് മുൻഭാഗത്തോട്ടുമാണ് ഇരിക്കുന്നത്. വൻതേനീച്ചയെക്കാളും ചെറുതേനീച്ചയുടെ പരിപാലനം
കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതിൻ്റെ വൻതേനീച്ച കൂടാണ്. ഇതിൻ്റെ വൻതേനീച്ച കൂട് പിരിച്ച് വെച്ചിരിക്കുന്നതാണ്. പുതിയൊരു കൂട് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മളിതിപ്പം 3 അടയായിട്ട് കൊണ്ടുവച്ചത് ഇപ്പോൾ 4ാമത്തെ അട കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് ഇതിന് ചൂട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് അട കെട്ടും. നമ്മളെ ഒരു കൂടിലെ റാണിയെ വർഷം തോറും പുതുക്കണം. ഏറ്റവും നല്ല റാണിയുള്ള കൂടിലാണ് നല്ല തേനുൽപാദനം കിട്ടുന്നത്. അതിന് നമ്മളൊരു കൂടിൽ പെട്ടി 2ആക്കി പിരിക്കുമ്പോഴത്തേക്ക് നിറച്ച് പെട്ടിയുടെ മുകൾ തട്ടിൽ ഈച്ച നിറഞ്ഞിരുന്ന് മടിയനീച്ചകൾ ഉണ്ടാകുമ്പോഴത്തേക്കാണ് നമ്മൾ പെട്ടി പിരിക്കുന്നത്. പിരിച്ച് നമ്മൾ 3 അടയും റാണിയും കൂടെ മാറ്റി വേറൊരു നമ്മൾ ഇരിക്കുന്ന പെട്ടി മുന്നേ ഇരുന്ന സ്ഥലത്തോട്ടും 3 അടയും 3 അട വെച്ച് നമ്മൾ മാറ്റി സ്ഥാപിക്കും. 8ൻ്റെ അന്ന് നമ്മൾ റാണി സെല്ല് പൊട്ടിക്കും. അപ്പോൾ നമുക്ക് 2 കൂട് ഡിവൈഡ് ചെയ്യാം. ഒരു സീസണിൽ നമുക്ക് 3 കൂടൊക്കെ ഒരു പെട്ടിയിൽ നിന്ന് തന്നെ നമുക്കൊരു സീസണിൽ 3 കൂടൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് വൻതേനീച്ചയുടെ ഒരു കൂട്ടിന്ന് നല്ല സീസണും റബ്ബറുള്ള മേഖലയൊക്കെ ആണെങ്കിൽ ഒരു കൂട്ടിന്ന് 8 കിലോ മുതൽ 15 കിലോ വരെ തേനാണ് കിട്ടുന്നത്. അതേസമയം ചെറുതേനീച്ചയുടെ കൂട്ടിന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയൊരു കൂട്ടിന്ന് മാക്സിമം 400 ഗ്രാം തേനേ കിട്ടുള്ളൂ. പക്ഷേ ചെറുതേനീച്ചയുടെ കൂടിന് കുറച്ചും കൂടെ ഔഷധ മൂല്യമുണ്ട്. ചെറുതേന് 400 ഗ്രാം തേനേ കിട്ടത്തുള്ളൂ. ചെറുതേൻ്റെ 1 കിലോ തേനിന് മാർക്കറ്റിൽ 2500 തൊട്ട് 3000 രൂപ വരെയാണ് വിലയുള്ളത്. വൻതേനാണെങ്കിൽ 1 കിലോയ്ക്ക് 400 രൂപയാണ്. വൻതേനീച്ച വളർത്താൻ തുടങ്ങിയിട്ട് 4 വർഷത്തേക്കുള്ളിൽ 5 പെട്ടി എന്നാണ് ഞാൻ ആദ്യമേ സ്റ്റാർട്ടിങ് ചെയ്തത്. വർഷം തോറും ഞാൻ പെട്ടി കൊടുക്കാറുണ്ട്. ഒരു പെട്ടി കൊടുക്കുന്ന 1500 രൂപയ്ക്കാണ് 3 അടയും പുതിയ റാണിയും ഉൾപ്പെടെ കൊടുക്കുന്നത്. തേനിനേക്കാളും നമുക്ക് കൂടുതൽ ലാഭം പെട്ടി കൊടുക്കുമ്പോൾ കിട്ടും. പിന്നെ പെട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് സീസൺ ആകുമ്പോൾ ഹണികോമ്പിന് ഒരു ഹണികോമ്പിന് 400 രൂപയാണ് റേറ്റ്. പിന്നെ അതിന് തേനെടുത്തതിന് ശേഷം വാക്സുകൾ ഉണ്ടാക്കി കൊടുക്കാം. തേനീച്ച വളർത്തുന്നതെന്ന് എല്ലാവരും വിചാരിക്കുന്നത് തേനാണ് ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കൂടുതലും തേനീച്ചയുടെ വാക്സ് കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. തേനിൻ്റെ സീസൺ കഴിയുമ്പോഴത്തേക്ക് ആ അട നമ്മൾ ചൂടുവെള്ളത്തിൽ വെച്ച് ഉരുക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് വാക്സായിട്ട് കിട്ടുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ തേനീച്ച കർഷകർക്ക് കിട്ടുന്നത് പൂമ്പൊടി കൂടുതലുള്ള വാക്സാണ് കിട്ടുന്നത്. ഇത് വെള്ള കളർ വാക്സാണ്. ഇത് വൻതോതിൽ തേനീച്ച കൃഷി റബ്ബർ മേഖലയിൽ ചെയ്യുന്ന കർഷകർക്ക് കിട്ടുന്നതാണ് ഈ വെള്ള കളർ വാക്സ്. ഇതുകൊണ്ട് ഈ പൂമ്പൊടി കൂടുതൽ കിട്ടുന്ന വാക്സ് കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയും ചേർത്ത് 1 കിലോ വെളിച്ചെണ്ണയിൽ 200 ഗ്രാം വാക്സ് ചേർത്ത് നമ്മൾ ബി വാക്സ് ഉണ്ടാകും. കാല് വിണ്ട് കയറുന്നതിന് തണുപ്പ് കാലത്ത് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്നതാണ് നമ്മൾ ഈ ഹീൽ ബാം. ഈ ഹീൽ ബാം ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ മോയ്സ്ചറൈസ് ചെയ്യാനും കാല് വിണ്ട് കയറുന്നത് തടയാനും നല്ലതാണ്. ഇതിൻ്റെ വേറൊരു ഉൽപ്പന്നമാണ് ലിപ് ബാം. ലിപ് ബാം എന്ന് പറയുന്നത് തേനും ഉരുക്ക് വെളിച്ചെണ്ണ വാക്സും കൂടെ ചേർത്ത് ചെയ്യുന്നതാണ് ലിപ് ബാം. ലിപ് ബാം നമ്മുടെ ചുണ്ട് വിണ്ട് കയറുന്നതിന് നല്ലതാണ്. ഈ വാക്സ് കൊണ്ടുണ്ടാക്കുന്ന വേറൊരു പ്രോഡക്റ്റാണ് പെയിൻ ബാം. പെയിൻ ബാം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരവേദന, ജോയിൻറ്റ് പെയിനൊക്കെ ചെയ്യുന്നതിനുള്ള ഷോൾഡർ പെയിനൊക്കെ നല്ല. ഇതിൽ മണിക്കുന്തിരിക്കം, പുൽത്തൈലം, യൂക്കാലി, പച്ചക്കർപ്പൂരം, വെളിച്ചെണ്ണ ചേർത്ത് ചെയ്യുന്ന ബാഗ്സും കൂടെ ചേർത്ത് ചെയ്യുന്നതാണ് പെയിൻ ബാമിൻ്റെ ബി ബാഗ്സ്. എൻ്റെ വേറൊരു ഉൽപ്പന്നമാണ് ഫേസ് പാക്ക്. ഇത് തേന്, കസ്തൂരി മഞ്ഞൾ, നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പൊടിച്ച് ചേർത്ത് ചെയ്യുന്നതാണ് ഫേസ് പാക്ക്. ഫേസ് പാക്ക് മുഖത്തെ കറുത്ത പാടുകൾ പോകാനും മുഖം ഗ്ലോ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് വൻതേനീച്ചയുടെ തേനാണ്. ഇത് 1 കിലോ 400 രൂപയൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. നല്ല ഡിമാൻഡാണ്. എനിക്ക് തേൻ നല്ല സെയിലാണ്. പൈനാപ്പിൾ കൃഷിയാണ് എൻ്റെ പ്രധാനമായ ഒരു വരുമാന മാർഗ്ഗം. ഇത് മുള്ളില്ലാത്ത ഇനം പൈനാപ്പിളാണ്. ഒരു പൈനാപ്പിൾ
4 മുതൽ 6 വരെ കിലോ തൂക്കം കിട്ടും. പൈനാപ്പിൾ എടുത്തതിന് ശേഷം ചൂട് ഭാഗം നടുന്ന തൈകളെടുത്താണ് നമ്മൾ അടുത്ത സീസണിലേക്ക് നടുന്നത്. അത് നട്ട് കഴിഞ്ഞ് 8 മാസം ആകുമ്പോഴത്തേക്ക് കാ കിട്ടാറുണ്ട്. പൈനാപ്പിൾ കൊണ്ട് ഞാൻ പൈനാപ്പിൾ പായസം, പൈനാപ്പിൾ ജാം, പൈനാപ്പിൾ സ്കോഷൊക്കെ ഉണ്ടാക്കാറുണ്ട്. പൈനാപ്പിൾ കൃഷിയിൽ കിട്ടുന്ന പൈനാപ്പിൾ നമ്മൾ കൂടുതലും പായസമായിട്ടാണ് കൊടുക്കുന്നത്. പായസം നമ്മൾ കൂടുതലും സെയിൽ ചെയ്യുന്നത് കൃഷിഭവൻ്റെയും ബ്ലോക്കിൻ്റെയും പഞ്ചായത്തിൻ്റെയൊക്കെ മേളകളിൽ, പിന്നെ നമുക്ക് കല്യാണങ്ങളുടെ ഓർഡർ, വീട്ടിലേക്ക് ഫംഗ്ഷനുകൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്ക് വീടിനടുത്ത് ചെറിയൊരു യൂണിറ്റ് കണക്കുപോലെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഇതൊക്കെ എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നതൊക്കെ. പൈനാപ്പിൾ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പൈനാപ്പിളിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേവിക്കും. വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് നെയ്യിൽ വരട്ടി ശർക്കര പാനി ഒഴിച്ച് നല്ലോണം വരട്ടിയെടുത്തതിന് ശേഷം പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് ബാക്കി നമ്മൾ സാധാ പായസം വയ്ക്കുന്ന കണക്ക് തേങ്ങാപ്പാൽ 2-ാം പാലും 1-ാം പാലും അങ്ങനെ ചേർത്ത് പിന്നെ അവസാനം കിസ്മിസും കാഷ്യൂനട്ടും കൂടെ ഇത് ആക്കിയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം ചെറിയ 1 ലിറ്ററിൻ്റെ ബോട്ടിലുകളിലും 1/2 ലിറ്ററിൻ്റെ ബോട്ടിലുമായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വരിക്കപ്ലാവാണ്. ഇത് മുന്നേ കൂട്ടി എല്ലാത്തേക്കാളും കായ്ക്കുന്നതിനേക്കാളും മുന്നേ കൂട്ടി ഇത് കായ്ക്കും. അപ്പോൾ ഇതിലെ ചക്കയാണ് നമ്മൾ പായസത്തിനും കേക്കിനൊക്കെ എടുക്കുന്നത്. വലിയ ചുളയാണിത്. ഇതിപ്പോൾ ഒരു ബാച്ച് കേക്കിനായിട്ടുള്ളതാണ് ചക്കയാണ് നമ്മളിപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഓരോ ബാച്ച് തിരിച്ചാണ് ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. സീസൺ ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് ചെയ്യുന്നത് സാധാരണ. ഇതിപ്പോൾ ഒരു സെക്ഷനിലേക്കുള്ളതാണ് എടുത്ത് വെച്ചേക്കുന്നത്. ചക്ക കേക്കിനാണ് നല്ല ഡിമാൻഡ്. നമ്മളിപ്പോൾ സീസൺ അല്ലെന്നുണ്ടെങ്കിലും ചക്ക കേക്കിന് നല്ല ഡിമാൻഡാണ്. നമുക്ക് മറ്റുള്ള കേക്കിനെക്കാട്ടി നല്ല വില കിട്ടുന്നതുകൊണ്ട് നമുക്ക്. പിന്നെ മൈദയിലും ചെയ്യാം, ഗോതമ്പിലും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈദ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. മൈദ വേണം, ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡ വേണം, കുറച്ച് ഉപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് വേണം, പിന്നെ ഷുഗർ വേണം, പിന്നെ കളറിന് ക്യാരമൽ ചെയ്താണ് എടുക്കുന്നത്. പിന്നെ അതിൽ ഗ്രാമ്പും കൂടെ ഒരു ഫ്ലേവറിനായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ കുറച്ചും കൂടെ ടേസ്റ്റ്, ഗ്രാമ്പ് കൊടുക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഒരു 4 ദിവസമൊക്കെ ഇത് പോകത്തുള്ളൂ. വാലിഡിറ്റി എത്ര 4 ദിവസമൊക്കെ വരുന്നുള്ളൂ. ചക്ക പായസം, ചക്ക കേക്ക്, ചക്ക അപ്പത്തിനൊക്കെ നമുക്ക് നല്ല ഓർഡറാണ്. ബാങ്കിൽ നിന്ന് പിന്നെ ഓഫീസിലെ സ്റ്റാളുകളിലൊക്കെ പോകുമ്പോൾ നമുക്കിതിന് നല്ല സെയിലാണ്. മെയിനായിട്ട് വേറെ ഞാൻ ചെയ്യുന്നത് കൂവയാണ്. കൂവ കൃഷി ചെയ്ത് അതിൻ്റെ കൂവപ്പൊടി നല്ല സെയിലാണ്. കിലോയ്ക്ക് 1200 രൂപ വരെ വിലയുള്ളതാണ് മാർക്കറ്റിൽ. നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വയറിന് അസുഖമൊക്കെ ഉള്ളവരാണ് കൂടുതൽ ഇത് മേടിക്കുന്നത്. കൂവ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂവ കിളച്ചെടുത്തതിന് ശേഷം അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി തലേക്കും ദിവസം വെള്ളത്തിലിട്ടിരുന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ ഈ മെഷീനിൽ അരിഞ്ഞെടുത്ത് പിന്നെ അരച്ചെടുത്തതിന് ശേഷം 3 വെള്ളത്തിൽ ഇത് കലക്കി വെള്ളം തെളിയൂറ്റി കളഞ്ഞതിന് ശേഷം ട്രേകളിൽ വെച്ച് ഉണക്കിയെടുത്താണ് ഇത് സൂക്ഷിക്കുന്നത്. ഇത് 2 വർഷത്തിൽ കൂടുതൽ ഉണക്കി വെച്ചിരുന്ന ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കും. കോഴി വളർത്തലുണ്ട്. ഇപ്പം മുട്ടയ്ക്കായിട്ട് ഗ്രാമപ്രിയയും ഇറച്ചിക്കോഴിയായിട്ട് സാസോയാണ് വളർത്തുന്നത്. സാസോ നമ്മൾ 1.5 മാസമായ പ്രായമായ കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് വന്ന് 3 മാസമായി വളർത്തിയിട്ട് നമ്മൾ ഇറച്ചിക്കായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ടയ്ക്കായിട്ട് ഗ്രാമപ്രിയയാണ് വളർത്തുന്നത്. റേറ്റ് കിട്ടുന്നത് താറാമുട്ടയ്ക്കാണ്. ഒരു താറാമുട്ട 12 രൂപയുണ്ട്. അത് വീട്ടിൽ വന്ന് തന്നെ ആൾക്കാരെന്നും മേടിക്കും. അതുകൊണ്ട് താറാവാണ് കോഴിയേക്കാളും കുറച്ചുകൂടെ ലാഭം. ഇത് അടതാപ്പാണ്. ഉരുളൻകിഴങ്ങിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് പടർന്ന് കയറും. അങ്ങനെ അധികം പരിചരണം ആവശ്യമില്ലാത്ത ഇതാണിത്. ഇതൊക്കെ നമ്മൾ അമ്പലത്തിൽ കൊടുക്കുന്ന പൂജാക്കദളിയാണിത്. ഒരു കായ്ക്ക് 6 രൂപ മുതൽ 7 രൂപയൊക്കെ വില കിട്ടും. ഇത് റെഡ് ലേഡി പപ്പായയാണ്. ഇതിനെക്കുറിച്ച് പുരയിടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 1 കിലോയ്ക്ക് നമുക്ക് 40 രൂപ വരെ വില കിട്ടുന്നതാണ്. നല്ല മധുരമുള്ള പപ്പായ.
നമ്മുടെ പുരയിടത്തിൻ്റെ അതിരുകളിലൊക്കെ പൈനാപ്പിൾ രാമച്ചവും നട്ടിട്ടുണ്ട്. അപ്പം അതിരുകളിൽ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി ഇത് സഹായിക്കും. പിന്നെ നമ്മൾ രാമച്ചം വൃത്തിയാക്കി എടുത്താണ് കുടിക്കാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്കോഷിനൊക്കെ ചേർക്കാനായിട്ട് രാമച്ചം ഉപയോഗിക്കാറുണ്ട്. നമുക്ക് കുറച്ച് ഓർക്കിഡുണ്ട്. ഡെൻഡ്രോബി ഓർക്കിഡാണ്. അത് നമുക്ക് സ്റ്റാളുകളിൽ പോകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് സെയിലുണ്ട്. പിന്നെ നമ്മൾ ഗിഫ്റ്റ് ആമ്പറായിട്ട് കൊടുക്കും. പിന്നെ കേക്കിലൊക്കെ ഫ്ലവർ വെച്ച് കൊടുക്കും. അതുകൊണ്ട് സെയിലുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത് നമ്മൾ കമ്പോസ്റ്റാണ്. നമ്മളെ വീട്ടിലെ പച്ചക്കറി പിന്നെ നമ്മൾ വാഴക്കൊലയൊക്കെ എടുത്തതിന് ശേഷം കൊണ്ടുവന്ന വേസ്റ്റുകളെല്ലാം നമ്മൾ ഇവിടെയാണ് ഇടുന്നത്. എന്നിട്ട് വർഷത്തിൽ കൃഷി ചെയ്യുന്ന സമയത്ത് കമ്പോസ്റ്റെല്ലാം നമ്മൾ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. തേനീച്ചയുടെ പ്രോഡക്റ്റാണ് മെയിനായിട്ട് എനിക്കുള്ളത്. അതിൻ്റെ ഫേസ് പാക്ക്, ഹണി വെച്ചുള്ള പ്രോഡക്റ്റ്, വാക്സിൻ്റെ ഹീൽ ബാം, പെയിൻ ബാം, ലിപ് ബാം, അശോകം ബാം, ഇങ്ങനെയൊക്കെ ഉള്ള പ്രോഡക്റ്റാണ് ഞാൻ ചെയ്യുന്നത്. നാട്ടുമ്പുറത്താണെങ്കിലും ഇപ്പോൾ എനിക്ക് ഒരുപാട് സ്റ്റാളുകൾ കിട്ടാറുണ്ട്, ബ്ലോക്കിൻ്റെ ഇതിലും പഞ്ചായത്തിൻ്റെ ഇതിൽ. പിന്നെ ഞാൻ ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചറിൻ്റെ ഓർഗാനിക് ഫാമിൻ്റെ ഡിപ്ലോമ 1 വർഷത്തെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ നിന്നുണ്ട് എല്ലാ മേഖലയിൽപ്പെട്ട ആൾക്കാരും പറ്റി തമ്മിൽ അറിയാനും അവരെ പരിചയപ്പെടാനും അതുവഴി എൻ്റെ പ്രോഡക്റ്റ് എല്ലാ സ്ഥലത്തും എല്ലാവരും മേടിക്കുന്നുണ്ട്.